ഹലോ, ഇത് നമ്മൾ ചെറിയൊരു പച്ചക്കറിത്തോട്ടം കണ്ടാലോ? ഇതിനാണ് ഞാൻ കാര്യമായിട്ട് അവിടെ പോയത്. ഇത് നമ്മളെ വെള്ളരിക്കയുടെ കുഞ്ഞതാണ്, അരിമ്പ് എന്ന് പറയട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്പോട്ടിൽ തന്നെ പോയി ഞാനിട്ട ഡ്രസ്സിൽ തുടച്ച് അങ്ങനെ തന്നെ കഴിക്കാറാട്ടോ പതിവ്, കഴുകൊന്നുമില്ല. പിന്നെ വലിയച്ഛ പറഞ്ഞപ്പോൾ 2-3 വലിയ വെള്ളരിക്ക പറിച്ചു എന്നുള്ളൂ കേട്ടോ. കുറേ വെള്ളരിക്ക ഉണ്ടായിരുന്നു, പക്ഷേ ഈ ചെറുത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ തിരഞ്ഞ് ഈ വള്ളികളെ ഇടയിൽ കൂടെ തിരഞ്ഞ് കണ്ടുപിടിച്ച് പോയി പറിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. അതിനാണ് ഞാൻ വീട്ടിലെത്തി അപ്പം തന്നെ പാടത്തേക്ക് ഓടിപ്പോയതാണ്. കല്യാണത്തിൻ്റെ മുന്നേ ഞാനും അമ്മയും അച്ഛനും ഏട്ടനും അനിയത്തിയൊക്കെ വന്ന് കുറേ നനയ്ക്കുമായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയാൽ ഇങ്ങോട്ടേക്കൊന്നും അങ്ങനെ വരലില്ല കേട്ടോ. അപ്പോൾ അരിമ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്നതാണ്. പിന്നെ ഇവിടെ ഒരു പയർ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയച്ഛൻ പറഞ്ഞു ഒറ്റ പയറിൻ്റെ ചെടിയുള്ളൂ, അത് തന്നെത്താൻ അവിടെ വന്നുണ്ടായതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളരിക്കയുടെ കൂടെ നനച്ചപ്പോൾ അങ്ങനെ ഉണ്ടായതാണ്. പക്ഷെ ഒരു 3-4 ഉപ്പേരിക്കുള്ള പയർ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചെടുത്തു. നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലുണ്ടാവുമല്ലോ പാടത്തൊക്കെ. വലിയച്ഛന് കുറേ പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മുന്നേ. ഇതിൽ ഇപ്പോൾ ഈ ഒരൊറ്റ പയറിൻ്റെ ചെടി അതിൽ വന്ന് പെട്ടതാണ്. പിന്നെ ഇത് വഴുതനങ്ങയാണ്, ഇതൊക്കെ ഉണ്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ മധുരക്കിഴങ്ങുണ്ട്, ഇത് മധുരക്കിഴങ്ങാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പൂളേനെക്കാട്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മധുരക്കിഴങ്ങ്. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ കപ്പ ഉണ്ട്, കുറേ മാവുണ്ട് കേട്ടോ ഈ പറമ്പിൽ. മാങ്ങയൊക്കെ ചെറുതാണ്, ഒക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പണ്ട് ഇവിടുന്ന് വെള്ളം എടുക്കുന്ന ഒരു കുണ്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഇപ്പോൾ കോസിട്ടാണ് നനയ്ക്കാറ്.